ഹായ്, എല്ലാവർക്കും ടൈഗേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഹോട്ടൽ സ്കാനേഴ്സ് യൂസ് ചെയ്യുന്ന എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സുസുക്കി വെഹിക്കിൾസ്, ഡീസൽ വെഹിക്കിൾസ്, ക്വാഡ്രാജെറ്റ് എഞ്ചിൻ വരുന്ന കാറുകളുടെ ഈസി നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റാറില്ല. പ്രോപ്പറായിട്ട് സ്കാൻ ചെയ്യാനോ ലൈവ് ഡാറ്റ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആക്റ്റീവ് ടെസ്റ്റ് ചെയ്യാനോ സാധിക്കാറില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ സൊല്യൂഷൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെട്ടൺ സീരീസ് ഓൾറെഡി ഫീൽഡിലുള്ളവർക്ക് അറിയാം. ജെട്ടൺ അല്ലെങ്കിൽ ID40 വരുന്ന 2007, 2008, 2009 വരുന്ന സ്വിഫ്റ്റ് അതേപോലെ തന്നെ സ്വിഫ്റ്റ് ഡിസയർ കാറുകളുടെ ECU ആണ്. ജെട്ടൺ സീരീസാണ് നമ്മൾ ഉള്ളത്. PC ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മുടെ റിപ്പയറിങ്ങിന് വേണ്ടി വന്നൊരു ECU ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ECU ഞാൻ എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിൽ ക്യാൻ ഇൻ്റർഫേസ് ഉണ്ട്. നമ്മൾ ക്യാൻ ഇൻ്റർഫേസ് ഉണ്ടാകുമ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയേക്കണെയാണ്. ഞാനത് ക്യാൻ ഇൻ്റർഫേസായിട്ട് കണക്ട് ചെയ്തു. അതേപോലെ തന്നെ ക്യാൻ ഇൻ്റർഫേസ് ഞാൻ നേരെ നമ്മുടെ ഹോട്ടലിൽ തന്നെ സ്കാനിങ് ടൂളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഇഗ്നിഷൻ എല്ലാം ഓണാക്കി ഒരു ECU കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെഹിക്കിളിൽ തന്നെ VCയും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ECU കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇമ്മോലേറ്റ് ഫ്ലാഷ് ആവുന്നുണ്ട്. ID40 ECM ആയതുകൊണ്ടാണ് നമുക്ക് ടേബിൾ ഇമ്മോലേറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് സ്കാൻ ആവില്ല എന്നത്. നമ്മൾ ഡയഗ്നോസ്റ്റിക്സിൻ്റെ അകത്ത് പോവാം. ഡയഗ്നോസ്റ്റിക്സിനകത്ത് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ജസ്റ്റ് മാരുതി സുസുക്കിയുടെ അകത്ത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയത് വർക്കിംഗ് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. ഞാൻ മാരുതി സുസുക്കി സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ VC ഇവിടെ കണക്റ്റഡ് ആണ്. നമുക്ക് ലോഗോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ നേരെ ഇതിനകത്ത് സിസ്റ്റം സെലക്ഷൻ എടുത്തിട്ട് ജസ്റ്റ് എഞ്ചിൻ ഒന്ന് അല്ലെങ്കിൽ നമുക്ക് മാനുവൽ സെലക്ഷൻ പോകാം. അതായിരിക്കും ഏറ്റവും എല്ലാവരും ട്രൈ ചെയ്യുന്ന ഓപ്ഷൻ അതായിരിക്കും. ഞാൻ എടുത്തു, അതിനകത്ത് സ്വിഫ്റ്റ് എടുത്തു. 431D 1.3 ലിറ്റർ ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ. ഡയഗ്നോസ്റ്റിക്സ്, കൺട്രോൾ യൂണിറ്റ്. നമ്മളിപ്പോൾ ടേബിൾ ECU മാത്രമാണ് കണക്ട് ചെയ്തുകൊണ്ട് ECU എഞ്ചിൻ പവർ ട്രെയിൻ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് എടുത്തേക്കണ എല്ലാം നോക്കി മനസ്സിലാവും. ഇതെല്ലാം പെട്രോൾ കാറുകളുടെ ECU ആയിട്ടാണ് ഡിക്റ്റേറ്റ് ചെയ്ത് വന്നേക്കണേ. എന്നാൽ നമുക്ക് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓൾട്ടോ കൊടുത്തു നോക്കാം. ഓൾട്ടെല്ലാം പെട്രോൾ സീരീസ്, എഞ്ചിൻ സീരീസ് ഞാൻ ഏത് പറഞ്ഞ് ജസ്റ്റ് കൊടുത്തു നോക്കി. ജസ്റ്റിനകത്ത് ട്രബിൾ കോഡ്സ് എടുത്ത് നോക്കി. ട്രബിൾ കോഡ്സ് എടുത്തപ്പോൾ ഇതിനകത്ത് ഫ്യൂവൽ ട്രെയിൽ, എൻജിൻ കൂളൻ്റ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെയിം ഫോൾട്ട് കോഡുകളൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് മെയിനായിട്ട് അറിയേണ്ടത് ലൈവ് ഡാറ്റ, ആക്റ്റീവ് ടെസ്റ്റ് കൊടുത്തു നോക്കുക. ഇതിനകത്ത് കണ്ടുണ്ടോ, ഇത് ഡീസൽ ECU ആണ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്പാർക്ക് പ്ലഗിൻ്റെയും പിന്നെ കാനിസ്റ്റർ പർച്ച് കൺട്രോൾ വാൽവൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ഇത് അതിനകത്ത് കൊടുത്താലാവില്ല. കാരണം ഈ ECU ഇല്ലാത്തൊരു ഫംഗ്ഷൻ അത് മിസ്ലീഡ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഓപ്ഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാരുതി സുസുക്കിയിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ സുസുക്കി സെലക്ട് ചെയ്യണം. ഓക്കെ, സുസുക്കി സെലക്ട് ചെയ്യാം. സുസുക്കി സെലക്ട് ചെയ്ത് അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ മാനുവൽ സെലക്ഷൻ എടുക്കുക. അതിനകത്ത് അതേഴ്സ് സെലക്ട് ചെയ്യാം. അതേഴ്സിൻ്റെ അകത്ത് നേരെ എന്ത് ചെയ്യുക, സ്വിഫ്റ്റ് സെലക്ട് ചെയ്യുക. സ്വിഫ്റ്റിൻ്റെ അകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AZ1413D എന്ന് പറയുന്നുള്ള ഈ ഒരു സീരീസ് സെലക്ട് ചെയ്യുക. അതിനകത്ത് MT സെലക്ട് ചെയ്യുക. MT സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും നമുക്ക് 2 ടൈപ്പ് എഞ്ചിൻ സീരീസ് അതിനകത്തുള്ള, ഒന്ന് കോമൺ റെയിൽ പ്രഷർ റെഗുലേറ്റർ വന്നതും വിത്തൗട്ട് പ്രഷർ റെഗുലേറ്റർ ഉള്ളതും. അത് നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യണവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും. ഞാനിത് വിത്തൗട്ട് പ്രഷർ റെഗുലേറ്റർ കൊടുക്കുക. പിന്നെ അത് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ഓഫ് സ്റ്റോപ്പ് ഉണ്ടോ ഇല്ല, നമ്മൾ നേരെ ഓക്കെ കൊടുത്തു. ഓക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഫുൾ സീരീസ് എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും S കൊടുത്തു. ഡയഗ്നോസ്റ്റിക്സ്, കൺട്രോൾ യൂണിറ്റ്, എൻജിൻ പവർ ട്രെയിൻ. ഇതിനകത്ത് ഇപ്പോൾ നോർമലി വന്ന പോലെയല്ല വന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നോർമൽ ട്രബിൾ കോഡ്സ് എടുത്ത് നോക്കാം. ട്രബിൾ കോഡ്സ് എടുത്തപ്പോൾ നേരത്തെ കാണിച്ചിരുന്ന അതേ ഫോൾട്ട് കോഡുകളൊക്കെ തന്നെയാണ് കാണിച്ചേക്കുന്നത്. നമുക്ക് ലൈവ് ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലൈവ് ഡാറ്റ ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെയുണ്ട്.
നമ്മൾ ഇ ഒ ബിഡിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇത്ര ലൈവ് ഡാറ്റ നമുക്ക് കിട്ടില്ല. ഇതിനകത്ത് റെയിൽ പ്രഷർ ഉണ്ട്, അതേപോലെ തന്നെ ബ്രേക്ക് സ്വിച്ച്, എ സിയുടെ കംപ്രസർ, റിലേയുടെ സ്റ്റാറ്റസ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യേണ്ടതാണ് മെയിൻ ഫംഗ്ഷൻ ആയിട്ടുള്ള ആക്റ്റീവ് ടെസ്റ്റ് ആണ്. ആക്റ്റീവ് ടെസ്റ്റ് പ്രോപ്പറാണോ? അതെ. ഗ്ലോ പ്ലഗ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ഫ്യൂൽ ഫ്ലോ ആക്ച്വേറ്റർ ഉണ്ട്, ഗ്ലോ പ്ലഗ്, ഫ്യൂൽ ഫിൽറ്ററിൻ്റെ വാണിംഗ് ലാമ്പ്, ഓയിൽ പ്രഷർ ലാമ്പ്, MIL, ഫ്യൂൽ പമ്പ്, ഇഞ്ചക്ടർ. അതായത് നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു കമ്പനി സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ ഈ ECUയിൽ കിട്ടുന്നുണ്ടോ ആ ഫംഗ്ഷൻസ് എല്ലാം തന്നെ ഈ ഓപ്ഷനകത്തുണ്ട്. പിന്നെയുള്ള നമുക്ക് സ്പെഷ്യൽ ഫംഗ്ഷനാണ്. നിങ്ങൾക്കറിയാം ഒരു 2007, 2008 വണ്ടിക്ക് ഇഞ്ചക്ടർ കോഡിംഗ് ഉണ്ട്. നമ്മൾ ആരും തന്നെ സുസുക്കിക്ക്, സ്വിഫ്റ്റിനോ, ഡിസൈറിനോ ഇഞ്ചക്ടർ കോഡിംഗ് ചെയ്യാറില്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കാറിൻ്റെ ഇഞ്ചക്ടർ കോഡിങ്ങിൻ്റെ ലിസ്റ്റിംഗ് കൂടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഞ്ചക്ടർ കോഡിംഗ് എന്താ, അതായത് ഇപ്പോൾ ചില ECUക്ക് നിങ്ങൾ മാറുമ്പോൾ മെയിനായിട്ട് സംഭവിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഇമ്മോ മാത്രം മാച്ച് ചെയ്യും, ഇഞ്ചക്ടർ വാല്യൂ കാര്യങ്ങളൊന്നും ചേഞ്ച് ആവില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും വണ്ടിക്ക് ഒരു നോക്കിംഗ് സൗണ്ടും കാണലൊക്കെ ഉണ്ടാവും, ഒരു പെർഫെക്റ്റ് അല്ലാത്ത എഞ്ചിൻ നോയ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇഞ്ചക്ടർ കോഡിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നേരെ എക്സ്കേപ്പ് വന്നു. അതിനകത്ത് റീപ്ലേസ് ഓപ്ഷൻ, വെഹിക്കിൾ വേരിയൻറ്റ് രജിസ്ട്രേഷൻ. നമ്മളൊരുപാട് വെള്ളമാണ് ABS ഉള്ള വണ്ടി, നോൺ ABS ആയിട്ടുള്ള കാറുകൾ, അതേപോലെ തന്നെ AC ഓട്ടോമാറ്റിക്, AC മാനുവൽ, ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ടൂൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് മാപ്പ് സെൻസറിൻ്റെ ഉണ്ട്, എയർ ഫ്യൂൽ സെൻസറിൻ്റെ, ഡാറ്റ ഇൻസ്റ്റലൈസേഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളാരും തന്നെ ഈ ഒരു പഴയ ECUയിൽ ഇത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് കാര്യം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഓട്ടലിനകത്തുള്ള ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റും. ഈ ഒരു മെനു മിസ്ലീഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതായത് നമ്മൾ മാരുതി സുസുക്കി കയറിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ECU പെർഫെക്റ്റ് ആയിട്ട് ഈ പറയുന്ന കാറുകൾ, അതായത് മാഗ്മർലി കോട്രാജെറ്റ് എഞ്ചിൻ വരുന്ന 2007 to 2016, 17 ലാസ്റ്റത്തെ ECU, അതായത് P0, P1 എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ECU വന്നതിന് മുമ്പ് വരെയുള്ള എല്ലാ ECUയും തന്നെ ഇങ്ങനെ ഇതേപോലെ നമുക്ക് പ്രോപ്പറായിട്ട് സ്കാൻ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വെഹിക്കിൾസൊക്കെ സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിളാണ്. സുസുക്കിയുടെ അകത്ത് അതേഴ്സ് സെലക്ട് ചെയ്യുക, അതേഴ്സ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് സ്വിഫ്റ്റ് സെലക്ട് ചെയ്യുക. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്പെസിഫിക് നമ്പർ ഉണ്ട്, ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. ആ നമ്പർ സെലക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് തന്നെ ഒരു ECU ഫുള്ളായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ആ ഒരു കറക്റ്റ് പാത്ത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഞാൻ നേരെ സ്വിഫ്റ്റ് സെലക്ട് ചെയ്തു. സ്വിഫ്റ്റിൻ്റെ അകത്ത് നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ AEZI413D, AEZI413D എന്നാണ്, 1 അല്ല. ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.